ഹിന്ദു ഐക്യവേദിയുടെ ജനജാഗരണ യാത്രയ്ക്ക് ഓഗസ്റ്റ് 20-ന് കാസർഗോഡ് തുടക്കമാകും. ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് RV ബാബു ഉത്തര കേരള യാത്രയ്ക്കും സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി ദക്ഷിണ കേരള യാത്രയ്ക്കും നേതൃത്വം നൽകും. ഓഗസ്റ്റ് 27-ന് സെക്രട്ടേറിയറ്റ് മാർച്ചും നടത്തും. പട്ടികജാതി പട്ടികവർഗ വികസന നയം രൂപീകരിക്കുക, പുനഃക്രമീകരണം നടത്തി ക്ഷേത്ര ഭൂമികൾ സംരക്ഷിക്കുക, സനാതന ധർമ്മത്തെ സംരക്ഷിക്കുക, മയക്കുമരുന്നിൽ നിന്നും തീവ്രവാദത്തിൽ നിന്നും കേരളത്തെ രക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് യാത്ര നടത്തുന്നത്. ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് RV ബാബു നയിക്കുന്ന ഉത്തര കേരള ജനജാഗരണ യാത്ര ഓഗസ്റ്റ് 20-ന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച് 26-ന് തൃശൂരിൽ സമാപിക്കും. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി നയിക്കുന്ന ദക്ഷിണ കേരള യാത്ര ഓഗസ്റ്റ് 21-ന് എറണാകുളത്ത് നിന്നും ആരംഭിച്ച് 27-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. ഉന്നയിച്ച 4 വിഷയങ്ങളിലും സംസ്ഥാന സർക്കാർ തുടരുന്ന അനാസ്ഥക്കെതിരെയാണ് പ്രക്ഷോഭം. 4 വിഷയങ്ങളെ സംബന്ധിച്ച് കാര്യമായിട്ട് ചർച്ച നടക്കുകയും ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഹിന്ദു ഐക്യവേദി അതിൻ്റെ ഭാവി പ്രവർത്തനങ്ങൾ തീരുമാനിക്കുകയും ചെയ്തു. അപ്പോൾ അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതൊന്ന് വിശദീകരിക്കുക എന്നുള്ളതാണ് ഈ പത്രസമ്മേളനത്തിൻ്റെ ഉദ്ദേശം. സംസ്ഥാന സർക്കാർ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി, പുരോഗതിക്ക് വേണ്ടി ഒരു നയം രൂപീകരിക്കണം, അത് പ്രഖ്യാപിക്കണം. മറ്റൊന്ന്, ഇപ്പം നമുക്കറിയാം, ലഹരിയെ സംബന്ധിച്ച് മുഴുവൻ കേരളവും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. ഇതിനെതിരെ ശക്തമായി ഗവൺമെൻറ് നടപടികൾ എടുക്കണം. കാരണം ഇത് ഒരു നാടിൻ്റെ ഭാവിയെ തന്നെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നത്തെ നമ്മുടെ ലഹരി ഉപയോഗവും ലഹരി വിപണനം കൊണ്ടൊക്കെ നടക്കുന്നത്. അപ്പോൾ അതൊരു സാധാരണ ക്രിമിനൽ നടപടി പോലെ എടുക്കാതെ ഒരു യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ ചിന്തിച്ച് ശക്തമായ നടപടികൾ, അത് പോലീസ് നടപടികൾ എടുക്കണം. മറ്റൊന്ന് സനാതനധർമ്മ സംരക്ഷണം എന്നുള്ള ഒരു വിഷയമാണ്. അപ്പം അത് സംരക്ഷിക്കേണ്ടത് ഓരോ ഭാരതീയൻ്റെയും നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്, സർക്കാരിൻ്റെ കടമയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിനെ സംരക്ഷിക്കാൻ വേണ്ടി സർക്കാരും അതിനെതിരെ അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ എടുക്കണം എന്നുള്ളതാണ് ഒരു പോയിന്റ്. അതിനെ ഒരു പുനഃക്രമീകരണം നടത്തുകയും ക്ഷേത്രഭൂമിയെ ക്ഷേത്രഭൂമിയായിട്ട് നിലനിർത്താൻ സംരക്ഷിക്കാൻ വേണ്ട നടപടി ഗവൺമെൻറ് എടുക്കണം എന്നുള്ളതാണ് ഒരു കാര്യം. അതിനെതിരെ കേരളത്തിൽ മെയ് മാസം 21-ാം തീയതി എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഒരു കളക്ട്രേറ്റ് ധർണ നടത്താനും ജില്ലാ കളക്ടർമാർക്ക് ഒരു നിവേദനം കൊടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട് നമ്മുടെ സംസ്ഥാന സമ്മേളനത്തിൽ. ജനജാഗരണ യാത്രയ്ക്ക് മുന്നോടിയായി പട്ടികജാതി പട്ടികവർഗ ഫണ്ട് ചെലവാക്കുന്നതിനെതിരെയും ന്യൂനപക്ഷ സംവരണവും മതസംവരണവും ഇരട്ട സംവരണവും നിർത്തലാക്കണമെന്നും ആവശ്യപ്പെട്ട് മെയ് 21-ന് 14 ജില്ലകളിലും കളക്ട്രേറ്റുകൾക്ക് മുന്നിൽ ധർണ നടത്തും. ഏപ്രിൽ 20-ന് മയക്കുമരുന്നിനും ലഹരിക്കെതിരെയും മഹിളാ ഐക്യവേദിയുടെയും കുമാരി സമിതിയുടെയും നേതൃത്വത്തിൽ റവന്യൂ താലൂക്ക് കേന്ദ്രങ്ങളിൽ ബോധവൽക്കരണ പരിപാടികൾ നടത്തുമെന്നും ഹിന്ദു ഐക്യവേദി അറിയിച്ചു. ജനം, തൃശൂർ.